നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. അർജുന വിട. മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട്ടേക്ക്. നാളെ രാവിലെ 8 മണിയോടെ വീട്ടിലെത്തിക്കും. അനുഗമിച്ച് കർണാടക പോലീസ്. അൻവർ പടിക്ക് പുറത്ത്. എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്ന് CPM. അൻവറിനെതിരെ രംഗത്തിറങ്ങാൻ സഖാക്കളോട് പാർട്ടി ആഹ്വാനം. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് പുറത്തു പോകില്ലെന്ന് അൻവർ. ഇനിയും പറയും, തീപ്പന്തം പോലെ കത്തും. വേണ്ടിവന്നാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കും. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരിപൂർണമായ സെക്യുലർ സ്വഭാവമുള്ള ഒരു എന്താ പറയാ ഒരു സോഷ്യൽ സംഘടനയെ കുറിച്ച് ഞാൻ ആലോചിക്കും. ആളുണ്ടെങ്കിൽ അൻവറിന്റെ ഉദ്ദേശം വ്യക്തമെന്ന് മുഖ്യമന്ത്രി. പറഞ്ഞത് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ. പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. പാർട്ടിയെക്കുറിച്ച് അൻവറിന് ഒന്നും അറിയില്ലെന്ന് റിയാസ്. ഒരു പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ അൻവറിനില്ലെന്ന് P ജയരാജൻ. അൻവറിനെതിരെ CPMന്റെ പ്രതിഷേധ പ്രകടനങ്ങൾ. പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. തൃശൂരിലെ ATM കവർച്ചാ സംഘത്തിൽ ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. നാമക്കലിൽ കണ്ടെയ്നർ വളഞ്ഞ പോലീസ്. കവർച്ചാ സംഘത്തിലെ 6 പേർ പിടിയിലായി. സംഘം എത്തിയത് രാജസ്ഥാനിൽ നിന്ന്. 3 ATMകൾ കവർന്നത് 65 ലക്ഷം രൂപ. സിദ്ദിഖ് ഒളിവിൽ തന്നെ. പിന്നാലെ പോകുന്നത് അവസാനിപ്പിച്ചു പോലീസ്. കൊച്ചിയിൽ നിന്ന് തിരികെ പോരാൻ നിർദ്ദേശം. മുൻകൂർ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി വിധി വരും വരെ പോലീസ് കാത്തിരിക്കും. കേരളം വീണ്ടും എംപോക്സ് പേടിയിൽ. രോഗം സ്ഥിരീകരിച്ചത് എറണാകുളത്ത്. വിദേശത്ത് നിന്ന് വന്ന യുവാവ് എറണാകുളം സ്വദേശി. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്ക് അവസാനമില്ല. വെടിനിർത്തൽ ആഹ്വാനം തള്ളി. ലെബനനിൽ ആക്രമണം കടുപ്പിച്ചു. ഹിസ്ബുള്ളയുടെ ഒരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു. ആക്രമണം നിർത്തുന്നതുവരെ ഹിസ്ബുള്ളക്കെതിരെ പോരാട്ടം തുടരുമെന്ന് നെതന്യാഹു. അർജുൻ തിരികെ വരുന്നു. അർജുന് വിട. കാർവാറിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് പുറപ്പെട്ടു. കർണാടക പോലീസിന്റെ അകമ്പടിയോടെയാണ് യാത്ര. നാളെ രാവിലെ 8 മണിയോടുകൂടി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വീട്ടിലെത്തും. കർണാടക പോലീസ്, കാർവാർ MLA സതീഷ് സെയിൽ അടക്കമുള്ളവരാണ് ആംബുലൻസിനെ അനുഗമിക്കുന്നത്. കാർവാർ പോലീസും ആംബുലൻസിനെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാർ ദുരന്തബാധിതർക്കായി പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ വീട്ടിലെത്തി. ജനപ്രതിനിധികൾ അർജുൻ്റെ അമ്മയ്ക്ക് കൈമാറും എന്നുള്ള സൂചനയാണ് ഉള്ളത്. നേരത്തെ തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് ബന്ധുക്കളുടെ, നാട്ടുകാരുടെ, സുഹൃത്തുക്കളുടെ ഒക്കെ പ്രവാഹമായിരുന്നു. നാളെ രാവിലെ നാട് മുഴുവൻ അർജുന് അന്ത്യാഭിവാദ്യം നൽകാൻ, അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകും എന്നുള്ളതിൽ തർക്കമില്ല. ഗംഗാവലിപ്പുഴയുടെ തീരത്ത് കൂടെ ആണ് അർജുൻ ഉപയോഗിച്ചിരുന്ന ആ ലോറി കിടന്നിരുന്ന ആ തീരത്തിനരികിലൂടെയാണ് അർജുൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നത്. ഷിരൂരിൽ നിന്ന് അങ്കോള വഴിയാണ് ആംബുലൻസ് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ തൊട്ട് തന്നെ, ഷിരൂർ തൊട്ട് തന്നെ ന്യൂസ് 8ന്റെ വാർത്താ സംഘം ആംബുലൻസിനെ അകമ്പടി നൽകുകയാണ്. നാളെ രാവിലെ 8 മണിക്കായി
ആംബുലൻസ് കോഴിക്കോട്ടെത്തും, അർജുൻ്റെ വീട്ടിലേക്കെത്തും. ഇത്ര 73 ദിവസത്തോളം അർജുൻ എവിടെയാണ് എന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഓരോ മലയാളിയും എങ്ങനെയാണ് അർജുൻ തിരികെ എത്തുമ്പോൾ, ജീവനുറ്റ ശരീരമായി തിരികെ എത്തുമ്പോൾ എത്ര വേദനയോടുകൂടിയായിരിക്കും ആ യാത്രയ്ക്ക് സാക്ഷികളാകുക എന്നതും കണ്ടറിയാം. KV ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജു, എവിടെ എത്തി ആംബുലൻസ്? അപർണ, നമ്മളിപ്പോൾ കുന്താപുരത്തോടു കൂടി അടുക്കുകയാണ്. വളരെ വേഗത്തിലാണ് ഇപ്പോൾ വാഹനം കടന്നു പോകുന്നത്. ഉടുപ്പിയിൽ മലയാള സമാജത്തിന്റെ വക ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവിടെ 5 മിനിറ്റ് നിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനുശേഷം കാസർഗോഡ് ജില്ലാ കളക്ടർ ഇമ്പശേഖർ അദ്ദേഹം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാകും രാത്രി അവിടെ ശേഖരിക്കാൻ. അതുപോലെ തന്നെ തലപ്പാടി അതിർത്തിയിലും അത്തരത്തിൽ ഒരുപാട് ആളുകൾ, ലോറി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ടാവും. ഏതായാലും അടിയൂരാണ് ഈ മൃതദേഹം മന്ത്രി AK ശശീന്ദ്രൻ ഏറ്റുവാങ്ങുക. അതിനുശേഷം വിലാപയാത്രയായിരിക്കും പിന്നീട് പോവുക. ഏതായാലും 8 മണിയോടുകൂടി എത്താനുള്ളൊരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് കുന്താപുരമാണ്. കുന്താപുരത്തേക്ക് 40 കിലോമീറ്ററോളം ദൂരമുണ്ട്. പൊന്നാപുരമൊക്കെ കഴിഞ്ഞ് കുന്താപുരത്തേക്ക് എത്തിയിരിക്കുന്നു. മഴ, ഈ വഴിയിലൊക്കെ ശക്തമായ മഴയാണ്. ആ അർജുൻ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അപകടപ്പെടുമ്പോൾ ഉണ്ടായ മഴ, അത് വഴിനീളെ നമ്മൾ കാർവാർ മുതൽ കാണുന്നതാണ്. അത്രത്തോളം വലിയ മഴയാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത് വാഹനം. ആദ്യം പതുക്കെയാണെങ്കിൽ 50 കിലോമീറ്റർ മാത്രം വേഗതയിൽ പോയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് അവിടെ നിന്ന് കർണാടക ജില്ലാ ഭരണകൂടം. പക്ഷെ ഇപ്പോൾ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്. സതീഷ് സെയിൽ MLA വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ AKM അഷ്റഫും ഉണ്ട്. എന്തായാലും AKM അഷ്റഫിന്റെ വാഹനത്തിലാണ് ജിതിനും അഭിജിത്തും ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കുന്താപുരം അല്പസമയത്തിനകം തന്നെ കുന്താപുരം എത്തും. പിന്നീട് ഉടുപ്പിയാണ്. അവിടെയാണ് ഈ മലയാള സമാജത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാത്രിയിൽ ഇത്തരത്തിൽ അവസാനമായി കാണാൻ അവിടെ ആളുകൾ എത്തുന്നത്. എന്തായാലും മഴ ശക്തമായി ഉണ്ട് എന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയിക്കാൻ കഴിയുന്നത്. KV ബൈജു സംസാരിക്കുന്നത്. അർജുൻ വരുന്ന ആംബുലൻസിന് തൊട്ടുപിറകെ ന്യൂസ് 18 വാർത്താ സംഘം വരികയാണ്. അതിൽ നിന്നുകൂടിയാണ് KV ബൈജു തത്സമയ റിപ്പോർട്ട് നൽകിയത്. അർജുന്റെ മൃതദേഹം രാവിലെ 8 മണിക്ക് വിലാപയാത്രയായിട്ടാണ് വീട്ടിലെത്തിക്കുക. പൊതുദർശന ശേഷം 1 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അർജുൻ വരും വരില്ല എന്നുള്ള പ്രതീക്ഷകളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാനുള്ളത് അർജുൻ്റെ വീടിൻ്റെ മുൻപിലാണ്. അർജുൻ പണിത അർജുൻ്റെ സ്വന്തം വീടിൻ്റെ മുൻപിലാണ്. പക്ഷേ നാളെ അർജുൻ രാവിലെ 8 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ നാട് മുഴുവൻ തേങ്ങുകയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അർജുൻ അത്രമേൽ ആഗ്രഹിച്ചു പണിത വീട്ടിലേക്ക് ചേതനയാറ്റാണ് അർജുൻ എത്തുക എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ വീട്ടുകാരെ സംബന്ധിച്ച് മരിച്ചുവെന്ന് തങ്ങൾക്ക്, അല്ലെങ്കിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും തൻ്റെ മകൻ്റെ മൃതശരീരം കിട്ടിയല്ലോ എന്നെങ്കിലും ഈ കുടുംബം ആശ്വസിക്കുകയാണിപ്പോൾ. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടതാണ് നെഞ്ചുപൊട്ടി, അർജുൻ്റെ മരണവിവരം അറിഞ്ഞപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞ അമ്മയെ നമ്മളിവിടെ കണ്ടു. അർജുനായി ഈ വീടും നാടും ഇപ്പോൾ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ കൃത്യം 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം അർജുൻ്റെ വീട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനമായി കണ്ണാടിക്കലിൽ നിന്നും വിലാപയാത്രയായിട്ടാണ് മൃതദേഹം അർജുൻ്റെ വീട്ടിലേക്ക് എത്തിക്കുക. അതിനു മുൻപ് പൂളാടിക്കുന്നിൽ നിന്ന് അർജുൻ്റെ തന്നെ സഹപ്രവർത്തകരായ ലോറി ഡ്രൈവർമാരെല്ലാവരും കൂടി ആംബുലൻസിനെ അനുഗമിക്കും. അവിടുന്ന് അങ്ങോട്ട് കണ്ണാടിക്കിൽ നിന്നും ഈ നാട് മുഴുവൻ അർജുനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നാടൊപ്പം അർജുൻ്റെ വീട്ടിലേക്ക് അവസാനമായിട്ടെത്തും. വീട്ടിൽ 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാവുന്നത്. ഏകദേശം കൃത്യം 1 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. ആ 1 മണിക്കൂറിൽ ഈ നാട്ടിലെ ആളുകൾ ആർക്കൊക്കെ അർജുനെ അവസാനമായി കാണണമോ അവർക്കൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അർജുൻ്റെ വീടിൻ്റെ പുറകുവശത്താണ് അർജുന് അവസാനമായി ഉറങ്ങാനുള്ള സ്ഥലം ഒരുക്കിയത്. നമുക്കത് കൃത്യം നാളെ തന്നെ കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ പുറകുവശത്താണ് അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായത്. വലിയ വേദനയോടുകൂടിയാണ് ഈ നാട് അർജുന് വിട നൽകുന്നത്. ഏറ്റവും പ്രധാനമായി അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അർജുൻ്റെ ഈ ഒരു വിയോഗം അവർക്ക് ഒരു കാലത്തും ഒഴിവാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്ത ദുഃഖമാകുമ്പോൾ തന്നെ ഈ നാടിനും അർജുൻ പ്രിയപ്പെട്ടവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടും നാളെ ഏറെ തേങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കാണാൻ സാധിക്കുന്ന ഒരു മൗനമാണ് ഈ ഏരിയ മുഴുവൻ എന്ന് പറയാം. കാരണം അത്രമാത്രം ഓരോ വീട്ടിലെയും പ്രിയപ്പെട്ടവനായി അർജുൻ മാറിയിരുന്നു. തങ്ങളുടെ വീട്ടിലെ ഒരാളെന്ന പോലെ ഓരോ വീട്ടുകാരും അർജുനെ കണ്ടത്, സ്വന്തം മകനായി കണ്ടത് നമ്മൾ കണ്ടതാണ്. എന്തായാലും
നാളെ കൃത്യം രാവിലെ 8 മണിയോടുകൂടി അർജുൻ്റെ മൃതദേഹം വീട്ടിലെത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പൂർണ്ണമായും എല്ലാ ചടങ്ങുകളും അവസാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അർജുൻ്റെ വീട്ടിൽ നിന്നും ക്യാമറാമാൻ വിനോദിനൊപ്പം ഭവ്യ പാർവതി. ബന്ധുക്കളിനി ശത്രുക്കൾ, അൻവർ പടിക്ക് പുറത്ത്. PV അൻവറുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർലമെന്ററി പാർട്ടി അംഗത്വം അൻവർ സ്വയം വലിച്ചെറിഞ്ഞതും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായിട്ട്, പാർട്ടിക്കെതിരായിട്ട് തെറ്റായ പ്രചാരവേല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൂർഷ്വാ മാധ്യമങ്ങൾക്ക് അനുകൂലമായിട്ടും ബൂർഷ്വാ പാർട്ടികൾക്ക് അനുകൂലമായിട്ടും നിൽക്കുന്ന ഒരു നിലപാട് അതിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു എന്ന ആദ്യത്തെ സെന്റൻസ് ആണ് ഞാൻ വിശദീകരിച്ചത്. എന്നിട്ടും പിന്നെ എന്താണ് അത്ര ശക്തിയാവാതെ? ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ ശക്തിയാക്കി, നേരത്തെ അത്ര ശക്തി ഉപയോഗിച്ചിട്ടില്ല. ഈ ശക്തി പറഞ്ഞാൽ പോരെ? പൂർണ്ണമായും അത് പറഞ്ഞു തീർക്കട്ടെ. പൂർണ്ണമായും ഈ പറയുന്ന അൻവറുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അദ്ദേഹത്തിന്റെ തന്നെ നിലപാടിനെ തുടർന്ന് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. PV അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അൻവറിന് ധാരണയില്ല, സംഘടനാ രീതിയെക്കുറിച്ച് അറിയില്ല. അൻവറിനെ സഖാക്കൾ പ്രതിരോധിക്കണം. അൻവറിന് കോൺഗ്രസ് പാരമ്പര്യമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയായി മാറിയിരിക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിച്ചത്. അൻവറിന്റെ ഈ നിലപാടിനെതിരായി പാർട്ടിയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പാർട്ടി സഖാക്കളുമാകെ രംഗത്തിറങ്ങണം എന്നാണ് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അൻവറിന്റെ നിലപാടുകളും രാഷ്ട്രീയ സമീപനങ്ങളും പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കാര്യമായി ധാരണയില്ല എന്ന് വ്യക്തമാവും. അൻവറിന് നല്ല പരിഗണന നൽകിയിരുന്നുവെന്നും പരാതികൾ പാർട്ടിയും സർക്കാരും കേട്ടിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കൂട്ടിച്ചേർത്തു. 3 PB അംഗങ്ങളുടെ ഉറപ്പ് വിശ്വസിക്കാതെ പത്രസമ്മേളനം നടത്തി PV അൻവർ പാർട്ടിയെ അപമാനിച്ചെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ഒരാളെയും വെച്ചു പൊറുപ്പിക്കില്ല, അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും ആ നിലപാട് തന്നെയാണ് പാർട്ടിക്കുള്ളത് എന്ന കാര്യം ആവർത്തിച്ച് പാർട്ടിയും ഇതേവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പാർട്ടി അംഗം പോലുമല്ലാതെ അൻവറിന് നൽകാവുന്ന എല്ലാ പരിഗണനയും ഉന്നയിച്ച പരാതിയിൽ പരിശോധിക്കുക എന്ന ഉറപ്പും 3 PB അംഗങ്ങൾ നൽകിയിട്ടും അത് വിശ്വാസത്തിലെടുക്കാതെ പത്രസമ്മേളനം നടത്തി പാർട്ടിയെ പ്രതിപക്ഷങ്ങൾ പോലും അധിക്ഷേപിക്കാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള സമീപനമാണ് അൻവറിന്റെ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. അൻവർ കാണിക്കുന്നത് അല്പത്തരമെന്ന് CPM. അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരണത്തിന്റെ ജിഹ്വയാണ്. വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും പ്രചാരണമാണ് അൻവർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളുമായി ചേർന്ന് നടത്തുന്ന തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജാഗ്രത പാലിക്കാനും കഴിയണമെന്നും സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറയും. ബന്ധം അവസാനിച്ചെന്ന് MV ഗോവിന്ദൻ പറഞ്ഞെങ്കിൽ അവസാനിച്ചെന്ന് PV അൻവർ MLA. പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലീസ് പോകുന്നു. അത് പറഞ്ഞതാണ് തെറ്റെങ്കിൽ ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അൻവർ പറഞ്ഞു. തന്നെ കുറ്റവാളിയാക്കുന്നവർ താൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അന്വേഷണം നടത്തിയോ എന്നും അൻവർ ചോദിച്ചു. ബന്ധം അവസാനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാൽ അവസാനിച്ചല്ലോ. സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമല്ലേ അതിന് തീരുമാനം പറയേണ്ടത്. ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ കേരളത്തിലെ പോലീസിംഗ് പോയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, പ്രയാസപ്പെടുത്തുക, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഈ ഗവൺമെന്റിന് എതിരാക്കുക, പൊതുവിൽ ജനവികാരം, ആ പണി ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ സഖാക്കളൊക്കെ പറയുന്നുണ്ടല്ലോ, ചെറിയൊരു ആശ്വാസമുണ്ട്. 5000 രൂപ ഫൈനിട്ട് 500 ആയിട്ടുണ്ട്. ഒരു ലോറിയില് ഒരു പിക്കപ്പിൽ കുറച്ച് മണ്ണ് പിടിച്ചാൽ 30,000 40,000 അനുമോദനമൊക്കെ അറിയാലോ. നിങ്ങളിതിന് മിണ്ടാര്, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞൂടെ? ഇപ്പൊ 30,000 ഒന്നുമില്ല. ഇപ്പൊ ആദ്യത്തെ അവസ്ഥയിലേക്ക് ഏകദേശം പോവുകയാണ്. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അതാണ് ഞാൻ ഏറ്റു പറഞ്ഞത്.
അത് ഞാൻ ഏറ്റുപറഞ്ഞതാണ് എൻ്റെ തെറ്റെങ്കിൽ ആ ഏറ്റുപറച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഏറ്റുപറച്ചിൽ തുറന്നുകൊണ്ടിരിക്കും. PV അൻവർ മൂർദാബാദ് എന്ന് വിളിച്ച സഖാക്കൾ സത്യം മനസ്സിലാക്കി സിന്ദാബാദും വിളിച്ചിട്ടുണ്ടെന്ന് PV അൻവർ. അന്ന് മറ്റുള്ളവരെടുത്ത പണി ഇന്ന് പാർട്ടി നേതൃത്വം എടുക്കുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി സഖാക്കൾ കൃത്യമായി പ്രതിഷേധം രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥികളുടെ മേന്മ കൊണ്ടല്ല ജയിച്ചത്, ടീച്ചറോടുള്ള വിരോധം കൊണ്ടല്ല വടകരയിൽ തോറ്റത്. അതുപോലും പരിശോധിക്കാതെ തന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്ത് കാര്യമാണെന്നും അൻവർ ചോദിച്ചു. PV അൻവർ മൂർദാബാദ് എന്ന് വിളിച്ച ഈ സഖാക്കള് സത്യം മനസ്സിലാക്കി PV അൻവർ സഖാവെ സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഈ നിലമ്പൂരിൽ. അപ്പൊ അന്ന് വേറൊരു വിഭാഗം നടത്തിയ പണി ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ നടത്തണമെങ്കിൽ നടത്തട്ടെന്ന്. അവർക്കത് മനസ്സിലാവുമല്ലോ ജനങ്ങൾക്ക്, പാർട്ടിക്കാർക്ക്. അത്രയും കുറച്ച് എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ ടീച്ചർ മത്സരിച്ചല്ലോ വടകരയിലല്ലേ. നമുക്കൊക്കെ ടീച്ചർക്ക് എന്തായാലും കുറച്ച് വോട്ടുണ്ട് എന്ന് വിശ്വസിച്ച ആളുകളാണ് നമ്മൾ. ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആയിരുന്നില്ല ജനം, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം അവരെ കണക്കാക്കിയിരുന്നത്. തൊട്ടടുത്ത പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ 1 ലക്ഷം വോട്ടിന് ഓരോരുത്തരും ജയിക്കുമോ? ഒരു 50,000 വോട്ടെങ്കിലും ടീച്ചർക്ക് കിട്ടിയിരുന്ന ടീച്ചർ ഒരു 50,000 വോട്ടിലല്ലേ തോൽക്കാൻ പാടുള്ളൂ. ഒരു വ്യത്യാസമുണ്ടോ? ഒരു വോട്ട് കിട്ടിയോ? എന്തേ ടീച്ചറോടുള്ള വിരോധമാണോ? അല്ല, പാർട്ടി സഖാക്കൾ മാറി വോട്ട് ചെയ്താ, പ്രതിഷേധം രേഖപ്പെടുത്തിയ. പിണറായിലടക്കം ഉണ്ടായില്ലേ? കണ്ണൂരിലെ മിക്ക ഈ ഡിവിഷനുകളിലും ഇവിടെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥികളുടെ മെജ കൊണ്ടൊന്നുമില്ല ഇവരൊക്കെ ജയിച്ചു കയറിയത്. പാർട്ടി സഖാക്കൾ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ. അത് വിലയിരുത്തിയോ ഈ പാർട്ടി വിലയിരുത്തിയോ? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ കസ്റ്റംസിന്റെ സ്വർണ്ണ പരിശോധകനായ കൊണ്ടോട്ടി സ്വദേശി ഉണ്ണിയുടെ സ്വത്തുവകകൾ PV അൻവർ സന്ദർശിച്ചു. ഇയാൾ പോലീസിന് അനധികൃത സ്വർണ്ണക്കടത്തിന് സഹായം നൽകിയാണ് സ്വത്ത് സമ്പാദിച്ചതെന്നാണ് അൻവറിന്റെ ആരോപണം. PV അൻവറിനെതിരെ വിവിധയിടങ്ങളിൽ CPM പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. മലപ്പുറത്ത് CPM പ്രതിഷേധിച്ചു. ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. നിലമ്പൂരിൽ PV അൻവർ MLAയുടെ കോലവും CPM പ്രവർത്തകർ കത്തിച്ചു. മലപ്പുറത്തെ എല്ലാ ഏരിയ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധം നടത്താൻ ജില്ലാ നേതൃത്വം ആഹ്വാനവും ചെയ്തിരുന്നു. പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അൻവറുമായുള്ള ബന്ധം CPM വിച്ഛേദിച്ചിരിക്കുന്നു. അൻവറിന്റെ വഴിയെന്നും ശക്തമായി പ്രതിരോധിക്കുമെന്നുമാണ് CPMന്റെ നിലപാട്. അൻവറിനെതിരെയുള്ള ഫോൺ ചോർത്തലടക്കമുള്ള കേസുകളിൽ അന്വേഷണവും ശക്തമാക്കിയേക്കും. അതേസമയം അൻവറിനെ മുന്നണിയുടെ ഭാഗമാക്കാൻ UDF ഉടൻ ശ്രമിച്ചേക്കില്ല. പകരം അൻവറിന് പുറത്തുനിന്ന് പിന്തുണ നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും തള്ളിപ്പറഞ്ഞ PV അൻവറിനോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട നിലപാടിലേക്ക് CPM എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ CPM നിയമസഭാ കക്ഷിയിൽ നിന്ന് PV അൻവറിനെ പുറത്താക്കാൻ, ഇനി ഒരു ബന്ധവും അൻവറുമായി CPM ഇല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയെയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും നിർബന്ധിതമാക്കിയത്. കാരണം നിയമസഭയിൽ വന്നാലും PV അൻവർ CPMനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാടെടുക്കും. അങ്ങനെ ഇടതുപക്ഷ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട്, ആ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു MLA സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രംഗത്ത് വരുന്നത് സഭയ്ക്കുള്ളിൽ അനുവദിക്കേണ്ട നിലപാടാണ് CPM എത്തിച്ചേർന്നത്. അങ്ങനെ വന്നാൽ അത് പ്രതിപക്ഷത്തിന്, UDFന് കൂടുതൽ കരുത്തും ആയുധവുമായി മാറും. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന് വളരെ പെട്ടെന്ന് അൻവറിനെ നിയമസഭാ കക്ഷിയിൽ നിന്ന് പുറത്താക്കാൻ CPM തീരുമാനമെടുത്തത്. അൻവർ സ്വമേധയാ ആ നിയമസഭാ കക്ഷി അംഗത്വം വലിച്ചെറിഞ്ഞ് പോവുകയാണ്. അതുകൊണ്ട് നേരത്തെ തിരുത്തി കൂടെ നിർത്താൻ ശ്രമിച്ചു. അങ്ങനെയല്ല അൻവർ പെരുമാറിയത്. അച്ചടക്കത്തിൻ്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് അൻവർ പെരുമാറി. ഇത് അംഗീകരിക്കാനാകില്ല. അൻവറിനെ നേരിടാൻ, അൻവറിൻ്റെ ഈ പ്രഖ്യാപനങ്ങളെ, അൻവറിൻ്റെ വെല്ലുവിളിയെ നേരിടാൻ പാർട്ടി പ്രവർത്തകർ രംഗത്തിറങ്ങാനും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആഹ്വാനം ചെയ്തു. അതായത് അൻവറിൻ്റെ വഴി, അൻവറിനെ നേരിടാൻ CPMന്റെ രാഷ്ട്രീയ വഴി. ഇതാണ് CPM നേതൃത്വം വ്യക്തമാക്കുന്നത്. CPM ഒരു കാര്യം ഉറപ്പിക്കുന്നു, അൻവറിൽ നിന്ന് ഇനിയും തലവേദനകൾ പാർട്ടിക്കുണ്ടാകും. അൻവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ CPMന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാം. അത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അൻവറിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് അൻവറിനെതിരെ രംഗത്ത് വരാൻ പാർട്ടി പ്രവർത്തകരോട് CPM ആവശ്യപ്പെടുന്നത്. അൻവറിൻ്റെ എതിരെയായ പഴയ കേസുകളടക്കം സർക്കാർ കുത്തിപ്പൊക്കുമെന്നും ഉറപ്പാണ്. അതിൻ്റെ ഒരു സൂചന ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി നൽകുകയും ചെയ്തു. അൻവർ
പറഞ്ഞതുപോലെ ഫോൺ ചോദ്യത്തിലടക്കമുള്ള ആരോപണങ്ങൾ അൻവറിനെതിരെയുണ്ട്. ആരോപണമല്ല, അൻവർ വെളിപ്പെടുത്തിയതാണ്. അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണം വൈകാതെ ഉണ്ടാകും. അൻവറിനെ പൂട്ടാൻ എല്ലാ വഴികളും CPM സ്വീകരിക്കും. ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാൾ അല്ലെങ്കിൽ പാർട്ടി ശത്രു എങ്ങനെയാണോ ആ സമീപനമാകും അൻവറിനോട് CPM സ്വീകരിക്കുക. പ്രതിപക്ഷം വളരെ കരുതലോടുകൂടിയാണ് ഇപ്പോഴും അൻവറിന്റെ കാര്യത്തിൽ സമീപനം സ്വീകരിക്കുന്നത്. അൻവർ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് CPMനും മുഖ്യമന്ത്രിക്ക് രംഗത്ത് വരുന്നതാണ് തങ്ങൾ ഗുണമെന്നവർ തിരിച്ചറിയുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അൻവർ പുറത്തുപോയി കഴിഞ്ഞു എങ്കിലും അൻവറിനെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയും, എന്നാൽ അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അൻവറിന് പരമാവധി പിന്തുണ നൽകുന്ന ഒരു തന്ത്രമാകും UDF സ്വീകരിക്കുക. അൻവറിനെ കോൺഗ്രസിൽ എടുക്കാനോ അല്ലെങ്കിൽ ലീഗിന്റെ ഭാഗമാക്കാനോ ഒന്നും ഇപ്പോൾ UDF തയ്യാറാകില്ല. പകരം അൻവറിനെ പുറത്തുനിന്ന് കൊണ്ടുള്ള പരമാവധി പിന്തുണ നൽകും. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ മുഖ്യമന്ത്രി രാജി അടക്കം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ശക്തമാക്കുകയും ചെയ്യും. PV അൻവറിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രി. പാർട്ടിക്കും സർക്കാരിനും LDFനുമെതിരായ എല്ലാ ആരോപണങ്ങളും തള്ളുകയാണ്. അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ്. ശത്രുക്കൾ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അൻവർ പറയുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ഇപ്പോൾ പാർട്ടിക്കും LDFനും സർക്കാരിനും എതിരെ ഉന്നയിച്ച എല്ലാ അൻവറിന്റെ ആരോപണങ്ങളും തള്ളിക്കളയുകയാണ്. അത് പൂർണ്ണമായും LDFനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വന്ന ആരോപണങ്ങളായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. ഈ നിലപാട് നേരത്തെ നിശ്ചയിച്ച അന്വേഷണ സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. അത് കൃത്യമായി നിഷ്പക്ഷമായി തന്നെ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ഇടതുപക്ഷ മൂല്യങ്ങളുടെ കാവൽക്കാരനാണ് അൻവർ എന്ന് വിചാരിക്കാനാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അൻവറിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവ് CPIക്ക് മറക്കാനാവില്ല. 2011 അഷ്റഫ് അൻവറിനോട് പരാജയപ്പെട്ടെങ്കിലും ആ പോരാട്ടം ശരിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്ന് അഷ്റഫ് മത്സരിച്ചതെന്നും അത് ശരിയായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയത്തിലേക്കുള്ള അൻവറിന്റെ വരവ് CPIക്ക് മറക്കാൻ പറ്റില്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശരികളെ ചോദ്യം ചെയ്തുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടുമാണ് ശ്രീ അൻവർ 2011 ഏറനാട്ടിൽ മത്സരിച്ചു. LDFന്റെ അന്നത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ച അഷ്റഫ് കാളികത്തിനെ പരാജയപ്പെടുത്താനായി എന്തെല്ലാം സമ്മർദ്ദം വന്നാലും എന്തെല്ലാം പ്രലോഭനം വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ മുറുകെ പിടിച്ചേ പറ്റൂ. പ്രതിബന്ധങ്ങൾ എത്ര വലുതായാൽ പോലും ശരി, ഇതിന്റെ എല്ലാം മുമ്പിൽ പതറാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെയും ആ രാഷ്ട്രീയത്തിന്റെയും ശരിക്ക് വേണ്ടി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മത്സരിച്ചത്. LDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി അഷ്റഫ് കാളിയത്ത്. അഷ്റഫ് പരാജയപ്പെട്ടു, ദയനീയമായി പരാജയപ്പെട്ടു. കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. വലിയ വോട്ട് കിട്ടി ഞങ്ങളെക്കാളും അന്ന് ഈ അൻവറിന്. അതും മറക്കുന്നില്ല. പക്ഷെ ആ പോരാട്ടം ശരിക്ക് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം നീതിക്ക് വേണ്ടിയായിരുന്നു. ആ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. PV അൻവറിന്റേത് ബോധപൂർവ്വം നടന്ന ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CPI നേതാവ് AK ബാലൻ. പാർട്ടി സമ്മേളനത്തിലെ ചർച്ചകൾ വേറൊരു തലത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം. P ശശിക്കെതിരെ മുഖ്യമന്ത്രിക്കോ DGPക്കോ അൻവർ പരാതി നൽകിയിട്ടില്ല. സൂര്യൻ കെട്ടു എന്ന് അൻവറിന് തോന്നുന്നത് ഇരുട്ടത്ത് നിന്ന് നോക്കുന്നതുകൊണ്ടാണെന്നും AK ബാലൻ പറഞ്ഞു. ശശിയെ സംബന്ധിച്ചാണ് അവസാനം പറയുന്നത്. ശശിയെ സംബന്ധിച്ച് ഒരു പരാതി പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല, DGPക്ക് കൊടുത്തിട്ടില്ല. അൻവർ റെയ്ഡിന്റെ പാളത്തിൽ നിന്ന് പുറത്തു പോയി. എന്തിനാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇത് നല്ലൊരു ആലോചനയുടെ ഭാഗമാണ്. ഇത് കേവലം ഒരു ശശിക്കെതിരായി അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അതിന്റെ പിന്നിൽ ഒരു വലിയ ആലോചനയുണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹം തിരിച്ചറിയും. പിണറായി വിജയന്റെ ഒരു ഇമേജ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഇമേജ് വേറെ ഏതെങ്കിലും ഒരു നേതാവിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല. അത് തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ക്രമാനുഗതമായി വളർത്തിയെടുത്ത് ഇതിലേക്ക് എത്തിച്ചു അവര്. പിണറായി എന്ന സൂര്യൻ കെട്ടുവെന്നാണ് അൻവർ. അതെ, കെട്ടതിന്റെ കാരണം എന്താ വെച്ചാൽ അയാൾ ഇരുട്ടിൽ നിന്നിട്ടാണ് നോക്കുന്നത്. അതായത് KPCC പ്രസിഡന്റ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാർമേഘമുണ്ട്. ആ കാർമേഘമാണ് അദ്ദേഹത്തെ വളഞ്ഞിട്ടുള്ളത്. അപ്പൊ കാർമേഘത്തിന്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ സൂര്യനെ കാണൂല. പറഞ്ഞു മനസ്സിലായില്ലേ?
സൂര്യന്റെ പ്രകാശം അവിടെ തന്നെ ഉണ്ടാവും. അത് ഒരാൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ജ്വലിച്ചു തന്നെ നിൽക്കും. അൻവറിന്റേത് ഗുരുതരമായ വഴിതെറ്റിലെന്ന് പി ജയരാജൻ. അൻവർ വലതുപക്ഷത്തിന്റെ നാവായി മാറി. അൻവറിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. പി ശശിക്കെതിരെ ഒരു തെളിവുമില്ലാതെയാണ് ആക്ഷേപം ഉന്നയിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകന്റെയും പിന്തുണ PV അൻവറിനില്ലെന്നും പി ജയരാജൻ പറഞ്ഞു. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, RSS നേതാക്കന്മാരുമായിട്ട് ADGP ഏതടിസ്ഥാനത്തിലാണ് അങ്ങോട്ട് പോയി ചർച്ച ചെയ്തത്. അത് അന്വേഷണത്തിന്റെ വിഷയമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ADGPക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ചിട്ടുള്ള അഴിമതി ആരോപണം അതും അന്വേഷണ വിഷയമാണ്. അപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വലതുപക്ഷത്തിന് വേണ്ടിയിട്ടുള്ള നാവായി മാറിയിരിക്കുന്നു എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന വിമർശനം. അത് വളരെ ശരിയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് ഒരു അനുഭാവി തന്നെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കും. അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കുന്ന പാർട്ടിയാണ് CPIM. PV അൻവറിന് പിന്നിൽ CPMലെ ഒരു വിഭാഗമെന്ന് VD സതീശൻ. VS അച്യുതാനന്ദന് ലഭിക്കാത്ത ആനുകൂല്യം അൻവറിന് ലഭിക്കുന്നു. അൻവർ ഇതിനേക്കാൾ വലുതു പറയുമോ എന്ന് CPMന് പേടിയാണ്. അൻവറിന് പിന്തുണ നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. VS അച്യുതാനന്ദന് ഈ ആനുകൂല്യം കാണിച്ചിട്ടുണ്ട്. ഈ അൻവറിനോടുള്ള ആനുകൂല്യം, ഭരണകക്ഷി MLA ആനുകൂല്യം. VS അച്യുതാനന്ദൻ ബക്കറ്റിലെ വെള്ളമാണെന്നാണ് പറഞ്ഞത്. കടലിലെ വെള്ളവും ബക്കറ്റിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്. VS അച്യുതാനന്ദനോട് കാണിക്കാത്ത ആനുകൂല്യം ഈ ഭരണകക്ഷി MLA കാണിക്കുന്നത് അദ്ദേഹത്തെ പേടിച്ചിട്ടാണ്. അയാൾ വേറെ എന്തോ പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. ഭയന്നാണ് മറുപടി. CPM ആണോ പറഞ്ഞത്? അഭ്യർത്ഥിക്കുന്നു, താങ്കൾ ഇനി ദയവ് ചെയ്ത്, എത്ര ദിവസം, 15 ദിവസം കഴിഞ്ഞപ്പോൾ താങ്കൾ ഇനി ദയവ് ചെയ്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നുവെന്ന്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7070 രൂപ, പവന് 56,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5870, പവന് 46,960 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു ന്യൂസ് അപ്ഡേറ്റ്സ്. നമസ്കാരം. വിഭാഗങ്ങളിലായി